തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ യു.ഡി.എഫിന് വലിയ തിരിച്ചടിയായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണ കേസ്. അത് വീണ്ടും ചർച്ചയാവുന്നു. ഇരയുടെ ശബ്ദരേഖയിൽ വ്യക്തമായ മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം അങ്കലാപ്പിലാണ്. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച് ഷാഫി പറമ്പിൽ നിന്ന് രംഗത്തെത്തിയതും നമ്മൾ കണ്ടു. പോലീസ് കേസെടുത്താൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുമെന്ന് കെ മുരളീധരനും പറഞ്ഞു. നോക്കാം, നിർബൻ ചക്രവർത്തി ചേരുകയാണ് വിശദമായ വിവരങ്ങളുമായി. കൂട്ടത്തിലിനെ എതിരെ പുതുതായി വന്ന ഓഡിയോ സംഭാഷണത്തിലൂടെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം അതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മധ്യഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നത്. നേരത്തെ സംരക്ഷിച്ച നേതാക്കൾക്ക് ഇനി പരസ്യമായി തള്ളിപ്പറയാനും കഴിയില്ല. ഒപ്പം തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിന്റെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിന്നു പോയത്. അതുകൊണ്ട് ആ നേതാക്കൾ ഇക്കാര്യത്തിൽ ആശങ്കയുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതയാണ് നേതാക്കൾക്കിടയിൽ പടർന്നിരിക്കുന്നത്. പരസ്യമായി പലരും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാതെ ഒരു കണക്കിന് വിചിത്രമായ മറുപടികളാണ് പലരും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശന്റെ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞത് 2 വട്ടം നടപടിയെടുക്കാനാകില്ലല്ലോ എന്ന മറുപടി പറഞ്ഞ് വി.ഡി. സതീശൻ ഒഴിയുകയാണ് ചെയ്തത്. സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് കെ സി വേണുഗോപാൽ നടത്തിയത്. ഏറെക്കുറെ ഷാഫി പറമ്പിൽ പതിവ് പോലെ തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് എല്ലാ നേതാക്കളും രാഹുലിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഏറെക്കുറെ സൂചന നൽകുന്നതാണ്. പക്ഷേ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഈ നേതാക്കളുടെ മറുപടികളിലും ഒപ്പം തന്നെ പ്രതികരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ സമ്മതിക്കുമോ? ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ നേതാക്കൾ ഈ കാര്യത്തിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴും സോഷ്യൽ മീഡിയയിൽ അണികളൊക്കെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ തന്നെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വനിതാ നേതാവുമായിട്ടുള്ള സജന ബി സാജൻ ഇന്ന് അതിരൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പടിയടച്ച് പിണ്ടം വയ്ക്കണം, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഷൻ പോരാ, പാർട്ടി അംഗത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. സമാനമായി പലരും ഈ സമാനമായ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളൊക്കെ സമാനമായ മാനസികാവസ്ഥയിലാണ് തുടരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ മുഖവരയായി സൂചിപ്പിച്ചതുപോലെ പരസ്യമായി നേരത്തെ രാഹുലിനെ പിന്തുണച്ച പലർക്കും താഴേക്ക് ഇറങ്ങി വരാൻ കഴിയാത്ത അവസ്ഥ. ഇനി കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഈ ഒരു വിവാദത്തെ കൂടുതൽ ചർച്ച ചെയ്യിപ്പിക്കുമെന്നുള്ള ആശങ്ക അവർക്കുണ്ട്. പക്ഷേ സർക്കാരിനെ സമീപിക്കുകയും ഈ ഇരയായ സ്ത്രീ, യുവതി, പെൺകുട്ടി സർക്കാരിനെ സമീപിക്കുകയും പോലീസിനെ സമീപിക്കുകയും അവർ തെളിവുകൾ നൽകുകയും ചെയ്താൽ നടപടികളിലേക്ക് പോലീസ് സ്വാഭാവികമായി പോകും. അപ്പോൾ ഈ നേതാക്കൾ എന്ത് മറുപടി പറയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും തുടർ വിവാദങ്ങളും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സിന്ധൂരി. ശരി, നിർബൻ ചക്രവർത്തിയാണ് ഈ കോൺഗ്രസ് പക്ഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ചും മറ്റും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.